കൊല്ലത്ത് വന്നാൽ അറിയാം, ചോദിച്ചറിയാം, കാട്ടിൽ മേക്കത്തിൽ നല്ല ഗംഭീര ദൃശ്യങ്ങളാട്ടോ. കാരണം നമുക്ക് എല്ലാം ബീച്ച് സൈഡാണ്. അതുകൊണ്ട് ഈ സൈഡ് നോക്കുമ്പോൾ നല്ലൊരു കനാലും കാര്യങ്ങളുണ്ട്, നല്ലൊരു ആംബിയൻസാണ് മൊത്തം. മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ, കായലിനും കടലിനും നടുവിലെ ശക്തി സ്വരൂപിണി. അമ്മയെ കാണാൻ എന്നുമെത്തും ആയിരങ്ങൾ. നവമിക്കാലത്ത് 1000 10,000 എന്നും പൊങ്കാലയിടും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ. നവരാത്രിക്കാലത്ത് പൊങ്കാലയിടാൻ ജനസാഗരമെത്തും. ഭക്തർക്കായി ക്ഷേത്രവും ഒരുങ്ങും. എത്തും ഇങ്ങോട്ട് കരുനാഗപ്പള്ളി വന്നിട്ട്? കരുനാഗപ്പള്ളി വേണ്ടെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി വരണ്ട, ഇപ്പുറത്ത് ലാലാ ജംഗ്ഷൻ ബസ്സിലത്തെ ഒരു സിഗ്നൽ ഉണ്ട്, ലാലാ ജംഗ്ഷൻ എന്ന് പറയും. അവിടെ നേരെ പണിയാട്ട് വരുമ്പോൾ പണിക്കരുടെ പാലം, അവിടുന്ന് പണിയാട്ട് ഓടി കയറുമ്പോൾ നല്ല ഈ കടൽ ഇതുപോലെ കാണാം. കണ്ടിട്ട് ഇതുപോലെ ഓടിയാൽ നമ്മുടെ അമ്പലത്തിന്റെ പറ്റ വരും. അറബിക്കടലിനും കായലിനും നടുക്കാണ് തുരുത്ത്. ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രമാണ്. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയായാണ് പ്രതിഷ്ഠാഭാവം. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. അമ്മയോട് ആഗ്രഹം പറഞ്ഞ് ഭക്തർ മുറ്റത്തെ ആൽമരത്തിൽ മണികെട്ടും. കാറ്റിൽ സ്വപ്നമണികൾ ഇളകും. പേരാലിനെ 7 വട്ടം വലം വെച്ച് വേണം മണികെട്ടാൻ. മണിക്കിലുക്കം ദേവി കേൾക്കുമെന്നാണ് വിശ്വാസം. 7 മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ മണികെട്ടിയാൽ ആഗ്രഹം സഫലമെന്ന് ഭക്തരും. 1 മണി അങ്ങനെ കെട്ടി അങ്ങനെ 1, 2, 3 ആഴ്ചയിൽ 7 മണി കെട്ടാം, പൊങ്കാലയിടാം. അപ്പൊ അമ്മ പറയുന്ന കാര്യമെല്ലാം സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പലർക്കും പല കാര്യങ്ങളും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും വിശ്വാസമായ അമ്മയാണ്. 1000 മണികൾ കെട്ടുന്നവരുണ്ട് ഇവിടെ. കെട്ടിയാൽ മണികൾ അഴിച്ചെടുക്കാറില്ല. ചരടറ്റു വീണാൽ മാറ്റും. സന്താന ഭാഗ്യത്തിനായി ദമ്പതികൾ അരയാലിൽ തൊട്ടിൽ കെട്ടും. വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ഇവിടെ ഉത്സവം. പ്രാർത്ഥനകളുടെ മണികിലുക്കം കാതോർത്ത് കഴിയുന്ന ചൈതന്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.